നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സ്ഫോടക വസ്തു എറിഞ്ഞ് യുവാക്കളെ ആക്രമിക്കുകയും കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾ കൂടി റിമാൻഡിൽ. തൃശൂർ റൂറൽ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ താലോലം ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട 4 പഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാർക്കാണ് താലോലം കലോത്സവം ഒരുക്കിയത്. ഒല്ലൂർ സാധു സംരക്ഷണ സംഘത്തിന്റെ സഹോദര സ്ഥാപനമായ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ 2ാമത് ശാഖയുടെ പ്രവർത്തനത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. സ്ഫോടക വസ്തു എറിഞ്ഞ് യുവാക്കളെ ആക്രമിക്കുകയും കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾ കൂടി റിമാൻഡിൽ. തൃശൂർ റൂറൽ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 15-ന് ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെ ചേർപ്പ് പുഞ്ചിരിപ്പാടത്താണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കണിമംഗലം പനമുക്ക് സ്വദേശി അറക്കപ്പാടൻ വീട്ടിൽ ജസ്വിന്റെ സുഹൃത്ത് അലൻ എന്നയാളോടുള്ള തർക്കം പറഞ്ഞു തീർക്കാൻ പുഞ്ചിരിപ്പാടത്തേക്ക് അലനെ പ്രതികൾ വിളിച്ചു വരുത്തി. അലൻ സുഹൃത്തുക്കളായ ജസ്വിൻ, വൈശാഖ്, അഖിൽ, ഹനീഷ് എന്നിവർക്കൊപ്പം ഇന്നോവ കാറിൽ സ്ഥലത്തെത്തി. ഈ സമയം പ്രതികൾ അലനോടുള്ള മുൻവൈരാഗ്യത്താൽ പരാതിക്കാരനായ ജസ്വിന് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ആക്രമണത്തിൽ ജസ്വിന് വയറിലും വൈശാഖിന് കൈകളിലും പൊള്ളലേറ്റു. ഇതിനിടെ പ്രതികൾ വടിവാളുകളും വെട്ടുകത്തിയും മരവടികളും ഉപയോഗിച്ച് പരാതിക്കാരനെയും സുഹൃത്തുക്കളെയും ആക്രമിക്കാൻ ശ്രമിച്ചു. ആക്രമണത്തിനിടെ ഇവർ ഇന്നോവ കാർ വെട്ടിപ്പൊളിക്കുകയായിരുന്നു. പെരിഞ്ചേരി സ്വദേശി പെല്ലിശ്ശേരി വീട്ടിൽ എബിൻ, പല്ലിശ്ശേരി സ്വദേശി എടത്തേടത്ത് വീട്ടിൽ ഹിരൺ, തൈക്കാട്ടുശ്ശേരി സ്വദേശി വല്ലച്ചിറ വാര്യം വീട്ടിൽ അശ്വിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ഇതേ കേസിൽ മറ്റ് പ്രതികളായ വല്ലച്ചിറ, പെരിഞ്ചേരി, അവലിശ്ശേരി വീട്ടിൽ ശരത്, കൈപ്പെങ്ങൽ വീട്ടിൽ കാളിദാസൻ, അവലിശ്ശേരി വീട്ടിൽ അഭിഷേക്, വെളിയാട്ടിൽ വീട്ടിൽ സൂരജ്, വല്ലച്ചിറ ചെറുശ്ശേരി സ്വദേശികളായ വടക്കൂട്ട് വീട്ടിൽ അജിത്, പൊട്ടനാട്ട് വീട്ടിൽ സുമിത്ത, അവനിശ്ശേരി സ്വദേശി പോട്ടേൽ വീട്ടിൽ ആദിത്യൻ എന്നീ 7 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ചേർപ്പ് SHO MS ഷാജൻ, SI KA സുബിന്ദ, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് അംഗങ്ങളും ഗ്രേഡ് SIമാരുമായ ജയകൃഷ്ണൻ, ഷൈൻ, ഗ്രേഡ് ASI ES ജീവൻ, ഷൈൻ, ഗ്രേഡ് സീനിയർ CPO സോണി, CPO വികാസ്, ഗ്രേഡ് ASIമാരായ ആരിഫ്, ഷീജ, ജോയ് തോമസ്, ഗ്രേഡ് സീനിയർ CPO അനീഷ്, തസിന്തി, അർജുൻ, CPO പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ താലോലം ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട 4 പഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാർക്കാണ് താലോലം കലോത്സവം ഒരുക്കിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭോജന ഹാളിലായിരുന്നു താലോലം കലോത്സവം നടന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ ഇന്നലെ എന്തെന്നറിയാത്ത, നാളെയെ കുറിച്ച് ചിന്തിക്കാത്ത, ഇതിന്റെ വരിയിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ അവരുടെ രക്ഷിതാക്കളുടെ, അതായത് കൂടുതലും അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. എങ്കിലും മാതാവിന്റെ ചിറകിനുള്ളിൽ കടന്നുകൊണ്ട് അവരുടെ ഏതു നേരവും അവരുടെ സ്നേഹം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് കഴിയുന്ന കുട്ടികളാണ്. നമുക്കറിയാം, ചെറിയ കോപം വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ സ്വഭാവം തന്നെ മാറി പോകുന്ന ഒരവസ്ഥയാണ് കുട്ടികളുടെ. നമ്മുടെ മാതാപിതാക്കളുടെ കഴിവാണ് ഈ കുട്ടികളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് മറ്റൊരു വളരെയധികം പങ്കാളിത്തം നമ്മുടെ ഈ ടീച്ചേഴ്സിനുണ്ട്. അതായത് ബഡ്സ് സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വളരെ നല്ല പ്രാധാന്യം നൽകുന്ന ടീച്ചേഴ്സാണ്. വളരെ നല്ല കഷ്ടപ്പാടോടുകൂടിയാണ് അവർ ഓരോ ദിനവും കൊണ്ടുപോകുന്നത്. വൈസ് പ്രസിഡന്റ് സെബി ജോസഫ് പെല്ലിശ്ശേരി അധ്യക്ഷനായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് 2 തവണ സംസ്ഥാന അവാർഡും 2 തവണ ദേശീയ അവാർഡും ലഭിച്ചു. അതിന് കാരണം ഭിന്നശേഷിക്കാരുടെ ബഡ്സ് സ്കൂള് 2006-ൽ ഈ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ചതുകൊണ്ടാണ്. കേരളത്തിൽ ആദ്യമായി ബഡ്സ് സ്കൂൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ചത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ്. കോടന്നൂരിൽ ഒരു ഉന്നതിയിൽ ഒരു കുട്ടിയെ
ചങ്ങലക്കിട്ട ഒരു സംഭവം 2005 ഞാനടക്കമുള്ള അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ചർച്ചയായി വന്നു. അന്ന് ശ്രീമതി BR സർളയായിരുന്നു, വനച്ചറയിൽ നിന്നുള്ള BR സർളയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള പയ്യനെ പട്ടിക്കൊപ്പം ചങ്ങലയിൽ കെട്ടിയിട്ട് മാതാപിതാക്കൾ കൂലിപ്പണിക്ക് പോയിരിക്കുകയാണ്. ഇത് അന്ന് പത്രമാധ്യമങ്ങളിൽ ഫസ്റ്റ് പേജിൽ വലിയ വാർത്തയായി വന്നു. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണികൃഷ്ണപിള്ളയുമായി ആലോചിച്ച് അന്നത്തെ BR സർളയുടെ ഭരണസമിതിയിൽ ആ വിഷയം ഉന്നയിച്ചത് ഞാനായിരുന്നു. തിരക്കഥാകൃത്തും സംവിധായകനുമായ ഹരി P. നായർ മുഖ്യാതിഥിയായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഭരതൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, പ്രദീപ് പാണവറമ്പിൽ, രശ്മി ബൈജു, സുകന്യ ജനീഷ്, രാജേഷ് വല്ലച്ചിറ, ലതാ ഗോപിനാഥ്, KB പ്രജിത്ത, സിനി പ്രദീപ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡംഗം ജയശ്രീ ഷാജൻ, ചേർപ്പ് ശിശുവികസന പദ്ധതി ഓഫീസർ ശ്രീവിദ്യ S. മാരാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പാർളം, ചേർപ്പ്, വല്ലച്ചിറ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 100-ലേറെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ താലോലം കലോത്സവത്തിൽ പങ്കെടുത്തു. കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. ഒല്ലൂർ സാധു സംരക്ഷണ സംഘത്തിന്റെ സഹോദര സ്ഥാപനമായ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ 2ാമത് ശാഖയുടെ പ്രവർത്തനത്തിന് തുടക്കമായി. പൂച്ചിനിപ്പടം ലിറ്റിൽ ഫ്ലവർ പള്ളി കെട്ടിടത്തിലാണ് 2ാമത്തെ ശാഖ വ്യാഴാഴ്ച പ്രവർത്തനം തുടങ്ങിയത്. വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് കണ്ണിച്ചേരുകയാണ് സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ 2ാമത്തെ ശാഖ. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പൂച്ചിനിപ്പാടം ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫാദർ ജിയോ പള്ളിപ്പുറത്തുകാരൻ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ പൂച്ചിനിപ്പാടം ശാഖ ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരു സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ഒരു അവസരമാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട് സാധു സംരക്ഷണ സംഘത്തിന്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ആരംഭിക്കുന്നതുകൊണ്ട്. ഇത് പറയാനായിട്ട് ഈ ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ ലാഭവിഹിതം മുഴുവൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് സാധാരണയായിട്ട് ഒല്ലൂര് പ്രദേശത്താണ് കൂടുതലായിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ പൂച്ചിനിപ്പാടം ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം ഇവിടെയുള്ളവർക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ തുടങ്ങുന്നത്. അത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. കാരണം ഇതൊരു നന്മയാണ് എന്നുള്ളതാണ്. ഇന്ന് ആരംഭത്തില് പ്രാരംഭഗാനം, നമ്മുടെ പ്രാർത്ഥനാ ഗാനം ആലപിച്ചപ്പോൾ ശ്രവിച്ച ആദ്യത്തെ ആ ലൈന് പ്രകാരമാണ് ഗുണവാരിതേ ഗുരുവാകണം. നമ്മുടെ ഗുണവാരിധി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തമ്പുരാൻ തന്നെയാണ്.
ആ ദൈവത്തിൽ നിന്നും സ്വീകരിക്കുന്ന വലിയ നന്മ അത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സാധു സംരക്ഷണം, സാധുക്കൾക്ക് നൽകാനുള്ള വലിയ തീരുമാനം, അതിനുള്ള വലിയ പ്രവർത്തനം തീർച്ചയായും അഭിനന്ദനാർഹമാണ്. പെരിഞ്ചേരി തിരുഹൃദയ പള്ളി വികാരി ഫാദർ ജോബ് പടയാട്ടിൽ അനുഗ്രഹ സന്ദേശം നൽകി. സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആൻഡോ ജോസഫ് പട്ടിയക്കാരൻ ആമുഖ പ്രഭാഷണം നടത്തി. സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ് ചെയർമാനും ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരിയുമായ ഫാദർ വോഗീസ് കുത്തൂർ അധ്യക്ഷനായി. അന്ത്യവിധിയെക്കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളാണ് ഇവയൊക്കെ. അവിടെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്താനുള്ള നിരന്തരമായ ശ്രമം അതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. തളരുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ, ആരുമില്ല എന്നൊരു തോന്നൽ അലട്ടുമ്പോൾ ഒന്ന് കൂടെ നിൽക്കാൻ, ഒന്ന് വിരൽ കൊടുത്ത് ഉയർത്താൻ സാധിക്കുക. സാധു സംരക്ഷണ സംഘത്തിൻ്റെ ഏറ്റവും വലിയൊരു ദൈവ നിയോഗമായിട്ട് തന്നെയാണ് ഈ വചനങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വർഷങ്ങളായി ഏറ്റവും പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം അർഹതയുള്ളവർക്ക്, അങ്ങനെ ഒട്ടനവധി തലങ്ങളിൽ ഈ സാധു സംരക്ഷണ സംഘം ഒരു പൈസ പോലും അതിൻ്റെ ഭരണത്തിൽ ഇരിക്കുന്നവരെ എടുക്കാതെ മുഴുവൻ തുകയും അവിടെയുള്ള ജീവനക്കാർക്കുണ്ട്, അതോടൊപ്പം തന്നെ ചുറ്റുപാടുമുള്ള പാവപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടിരിക്കുക. ലക്ഷങ്ങളാണ് ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടത്താൻ സാധിക്കുന്നത് നല്ലവരായ നാട്ടുകാരുടെ സഹകരണവും പങ്കാളിത്തവും ഉള്ളതുകൊണ്ടാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ജീവകാരുണ്യ സഹായ വിതരണം നിർവഹിച്ചു. സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആന്റണി വർക്കി എരിഞ്ഞേരി, AKCFA ചെയർമാൻ ഡേവിഡ് കണ്ണനായ്ക്കൽ, പൂച്ചിനിപ്പാടം ലിറ്റിൽ ഫ്ലവർ പള്ളി കൈക്കാരൻ AV ജെൻസൺ, 2024-25 വർഷത്തെ എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടർ റോയ് P. ജോസഫ്, ചേർപ്പ് തിരുവള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി AA കുമാരൻ, ഊരകം പൂച്ചിനിപ്പാടം മഹല്ല് സെക്രട്ടറി സക്കീർ ഹുസൈൻ, സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ് സീനിയർ മാനേജർ ബാബു സി മഞ്ഞളി എന്നിവർ സംസാരിച്ചു. 1943 ഒല്ലൂർ ഫൊറോന പള്ളി വികാരിയായിരിക്കെ മോൺസിഞ്ഞോർ പോൾ കാക്കശ്ശേരിയുടെ ദീർഘവീക്ഷണത്തിലാണ് സംഘം സ്ഥാപിച്ചത്. ഇതിനോടകം തന്നെ 3 നഗറുകൾ ഉൾപ്പെടെ 100ഓളം വീടുകൾ നിർമ്മിച്ചു നൽകി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഫീസും സഹായവും നൽകി അവരെ മികച്ച ജോലിക്കും പ്രാപ്തരാക്കി. തൃശൂർ അതിരൂപതയിലെ വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ, പള്ളികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവയ്ക്ക് സഹായം നൽകി വരികയാണ് സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ്. സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ പ്രഥമ ശാഖ ചിയ്യാരത്ത് തുടങ്ങിയത് 2024-ലാണ്. ആരംഭകാലം മുതൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വിവിധ സഹായങ്ങൾ നൽകാൻ കമ്പനിക്കായി. ദുർബല വിഭാഗങ്ങളുടെ ആശ്രയമായി അവരുടെ ജീവിതാവശ്യങ്ങളിൽ കൈത്താങ്ങായി മുന്നേറ്റം തുടരുകയാണ് ഒല്ലൂർ സാധു സംരക്ഷണ സംഘത്തിന്റെ സഹോദര സ്ഥാപനമായ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ പൂച്ചിനിപ്പാടം ശാഖയിലൂടെ.
ഏങ്ങണ്ടിയൂർ ഏത്തായിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 6 പ്രതികൾ അറസ്റ്റിൽ. വാടാനപ്പള്ളി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഏങ്ങണ്ടിയൂർ ഏത്തായി ബീച്ച് സ്വദേശി തെറ്റാരി വീട്ടിൽ ജഗനോൺ ആക്രമിക്കപ്പെട്ട കേസിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ 15-ന് ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ജഗനോണിനെ പ്രതികൾ ചേർന്ന് മർദ്ദിച്ചും കല്ലുകൊണ്ട് ആക്രമിച്ചും പരിക്കേൽപ്പിക്കുകയായിരുന്നു. കേസിൽ ചാവക്കാട് മണത്തല സിദ്ദിഖ്പള്ളി സ്വദേശി ചെട്ടിപ്പാറൻ വീട്ടിൽ അമർജിത്ത്, ഏങ്ങണ്ടിയൂർ അഞ്ചാംകല്ല് സ്വദേശികളായ കുട്ടൻപറമ്പത്ത് വീട്ടിൽ അഭിഷേക്, ഉണ്ണിക്കോച്ചൻ വീട്ടിൽ നവനീത്, ഓട്ടത്തിൽ വീട്ടിൽ ആകർഷ, ചേറ്റുവ കോട്ട സ്വദേശി കടമ്പനാട്ട് വീട്ടിൽ ശ്രീകുമാർ, ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ അവിനാഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി SHO NB ഷൈജു, SI-മാരായ മുഹമ്മദ് റാഫി, ഷാഫി, ASI കാജ ഹുസൈൻ, ഗ്രേഡ് സീനിയർ CPO-മാരായ ലാൽകുമാർ, ശ്രീജിത്ത്, സുരേഖ് എന്നിവരാണ് പ്രതിയെ പിടികൂടി അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ET ടൈസൺ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും സംബന്ധിച്ചൊരു വലിയ ആഘോഷ പരിപാടിയാണ്. നമ്മുടെ ഈ ഗവൺമെൻറ് UP സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ എത്രയോ മഹത് വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുമാത്രമല്ല, ഇവിടുത്തെ അധ്യാപകരും വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരായിരുന്നു നമ്മുടെ ഇവിടുത്തെ. ഇപ്പോഴാണെങ്കിൽ ഓരോ സമയവും നമ്മുടെ സ്കൂൾ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വരികയാണ്. സാധാരണ ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ നിന്ന് വിഭിന്നമായി എല്ലാ പരിപാടികളും നല്ലപോലെ ശ്രദ്ധിച്ച് ഒരു മത്സര ബുദ്ധിയോടുകൂടി നടപ്പാക്കാൻ ശ്രമിക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ ഗവൺമെൻറ് UP സ്കൂൾ. നമുക്കറിയാം, ഒരു 10-12 കൊല്ലക്കാലം മുമ്പ് നമ്മുടെ വിദ്യാലയം, പ്രത്യേകിച്ച് ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയങ്ങൾ, അതിൻ്റെ പൊതുവായ ഒരു പുരോഗതിയെ സംബന്ധിച്ച് ആളുകൾക്ക് വലിയ സംശയം ഉള്ള ഒരു സമയമാണ്. പൊതുവെ ശ്രദ്ധിക്കാനാണില്ല, ഇടപെടൽ ത്രിതല പഞ്ചായത്തിൻ്റെ സംവിധാനത്തിനാണില്ല. ആളുകളാണെന്നുണ്ടെങ്കിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നു. വിശ്വാസമില്ലാത്തൊരു പ്രശ്നം യഥാർത്ഥത്തിലുണ്ടായിരുന്നു. നമ്മുടെ രവീന്ദ്രനാഥ മാഷാണ് യഥാർത്ഥത്തിൽ അത് തിരികെ പിടിച്ചത്. ഞങ്ങളെല്ലാവരും നിയമസഭയിൽ 2ാം ഉണ്ടശ്ശേരി എന്ന് പറയുന്ന ഉണ്ടശ്ശേരി മാഷ് എന്ന് പറയുന്ന ആളാണ് പ്രൊഫസർ C. രവീന്ദ്രനാഥ്. അദ്ദേഹം ഓരോ സ്കൂളിൻ്റെയും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എല്ലാ ആളുകളുടെയും യോജിച്ചിട്ടുള്ളൊരു പിന്തുണയോടുകൂടി സ്കൂളിനെ മെച്ചപ്പെടുത്താനുള്ള വലിയ ശ്രമം ആരംഭിച്ചു. അതിൻ്റെയൊക്കെ ഗുണം എനിക്ക് തോന്നുന്നു ഈ കയ്പമംഗലം മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് ലഭിച്ചു. തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ KG ദേവിയാനെ ചടങ്ങിൽ ജില്ലാ കലക്ടർ ആദരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ ആരംഭിച്ച സർഗ ഇടത്തിന്റെ ഉദ്ഘാടനം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് എൻഡോമെന്റ് വിതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KA കരീം, ഗോപിനാഥ് തെക്കൂട്ട്, സ്മിത സന്തോഷ്, പ്രധാന അധ്യാപിക KA ഖദീജ B, PTA പ്രസിഡന്റ് ER ജോഷി എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റി 34ാം വാർഷിക സമ്മേളനം നടത്തി. പുതിയ കമ്മിറ്റി അംഗങ്ങളെ സമ്മേളനം തിരഞ്ഞെടുത്തു. SN പുരം പോള ഹാളിൽ നടന്ന സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്ത് നമ്മുടെ സംഘടനയുടെ ആവശ്യങ്ങൾ അറിയാലോ. നമുക്ക് DA കുടിശ്ശിക നിർത്തിയുള്ള ആവശ്യം, പങ്കാളിത്ത പെൻഷൻ പുതിയ തലമുറയ്ക്ക് വരുന്നത് വീണ്ടും പ്രസ്താവിക്കണം എന്നുള്ളത് ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ
ഈ ഇൻഷുറൻസ് സംബന്ധിച്ച് ക്ഷേമ പരിപാടികളെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകുന്നത് നമ്മുടെ ആവശ്യമാണ്. മെഡിസപ്പ് കുറെ കൂടി ഗൗരവപ്പെട്ട അർത്ഥത്തിലാക്കണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ആവശ്യം നൽകി ഇതിനെല്ലാം അനുഭാവപൂർവമായിട്ടുള്ള ഒരു സമീപനം ഇപ്രാവശ്യത്തെ സംസ്ഥാന ബജറ്റിൽ കാണാൻ കഴിയുന്നത് തോന്നലാണ്. എല്ലാം പ്രത്യേകിച്ചുള്ളത് ഞാൻ അവർക്ക് പറയുന്നത് ശരിയല്ല. എല്ലാം നമ്മുടെ ആവശ്യങ്ങളോട് കഴിയുന്നുണ്ട്. എന്നാൽ ആവശ്യങ്ങളെല്ലാം നമ്മളോടൊപ്പം ഉണ്ട് എന്ന അർത്ഥത്തിൽ അതിനെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച് ഉള്ള സംഘടനയുടെ പുതിയ ജോലി വന്ന ആളുകളുടെ അഭിപ്രായം കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ അനുസരിച്ച കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്ന തരത്തിലേക്ക് ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ടൈം അതിനുള്ളിൽ നിന്ന് കഴിയണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. മന്ത്രിസഭാ യോഗത്തിലുള്ള തീരുമാനം അനുസരിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത തീയതി പെൻഡിങ് നമുക്ക് കിട്ടും, അല്ലെ? കിട്ടുമെന്ന് സംശയം പോലെ കിട്ടും. കഴിയണ്ട 3% അടുത്ത ശതമാനം. അവന്റെ ഒരു സുഹൃത്ത് ഞങ്ങളോടൊപ്പം വേറെ ആൾ പറഞ്ഞു, അതിനിടയിൽ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനിയും സമയം കൊടുക്കണം. നമ്മളൊരു മാർച്ച് 15 ഒക്കെ ശേഷമേ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ തീയതി പ്രഖ്യാപനം സംബന്ധിച്ച് ആലോചിക്കുന്നു. എന്തായാലും നമുക്ക് ഉറപ്പിച്ചോ, ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ നമുക്ക് മറ്റു 7% കൂടെ ലഭിച്ചിട്ട് ആ ഗവൺമെന്റ് പോകുള്ളൂ എന്നുള്ള കാര്യത്തിൽ മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ശങ്കു അധ്യക്ഷനായി. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയഗോപാൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ റിപ്പോർട്ടും ട്രഷറർ VK അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. TC കലാധരൻ, A പവിഴം, KB ബീന, PA ഹൈറുനീസ, R വിശ്വനാഥൻ, CV ഗ്രേസി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം AC ശ്രീധരൻ വരണാധികാരിയായി. 2026-27 വർഷത്തേക്കുള്ള കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കയ്പമംഗലം പഞ്ചായത്ത് തല ഹിന്ദു ഏകതാ സമ്മേളനം ഞായറാഴ്ച നടക്കും. കയ്പമംഗലം പനമ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം പൂന്താനം നഗറിലാണ് സമ്മേളനം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് തല ഹിന്ദു ഏകതാ സമ്മേളനം ഞായറാഴ്ച നടക്കും. കയ്പമംഗലം പനമ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം പൂന്താനം നഗറിലാണ് സമ്മേളനം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4:30 നടക്കുന്ന സമ്മേളനം മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്യും. കവി സുരേഷ് ബാബു കിള്ളിക്കുറിശിമംഗലം മുഖ്യപ്രഭാഷണം നടത്തും. ഐരാണീശം വൈദേഹി സുരേഷ് സോപാന സംഗീതം അവതരിപ്പിക്കും. സാമുദായിക സംഘടനാ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ ഷജിൽ കരിമ്പറമ്പിൽ, രാജീവൻ മുറ്റിച്ചൂർ, KR മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 22-ാം തീയതി വൈകിട്ട് 4:30 കാളമുറി തെക്ക് ഭാഗത്ത് പനമ്പിക്കുന്ന് പൂന്താനം നഗരിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രസ്തുത ചടങ്ങിൽ എല്ലാ ഹിന്ദു വിശ്വാസികളെയും മത ജാതി ഭേദമന്യേ എല്ലാവരെയും ഒത്തുപിടിച്ചുകൊണ്ട് ഒരു ഹിന്ദു ഏകതയ്ക്ക് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ്. അപ്പോൾ മതസംഘത്തിന് വേണ്ടിയിട്ട് കൂടുതലോറും നമുക്ക് നല്ല ഉന്മേഷം വരുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ ഫണ്ടിൻ്റെ കാര്യങ്ങളായാലും നമുക്ക് നടത്തിക്കുവാനുള്ള ബുദ്ധിമുട്ടില്ല. ചെറിയ ഫണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നോട്ടീസ് എല്ലാ വീടുകളിൽ എത്തിക്കേണ്ട ഭാഗമായിരിക്കും. ഫണ്ടിന് എല്ലാ പ്രാധാന്യം കൊടുത്തുള്ള നോട്ടീസ് എല്ലാ വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പ്രകൃതിയെയും എല്ലാ ജീവജാലങ്ങളെയും എല്ലാം ഉൾക്കൊള്ളിച്ച് അതിനെ പരിപാലിച്ച് അത് നിലനിർത്തി പോരാൻ വേണ്ടി ചില ആചാരങ്ങള് അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ് സനാതന ധർമ്മികർ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,415 രൂപ, പവന് 1,15,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. സ്ഫോടക വസ്തു എറിഞ്ഞ് യുവാക്കളെ ആക്രമിക്കുകയും കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾ കൂടി റിമാൻഡിൽ. തൃശൂർ റൂറൽ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ താലോലം ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട 4 പഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാർക്കാണ് താലോലം കലോത്സവം ഒരുക്കിയത്. ഒല്ലൂർ സാധു സംരക്ഷണ സംഘത്തിന്റെ സഹോദര സ്ഥാപനമായ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ 2ാമത് ശാഖയുടെ പ്രവർത്തനത്തിന് തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.